ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ? അപ്പം മക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് 2 തരം ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ. ഒന്ന് ചൂടുള്ളതും ഒന്ന് തണുത്തതും. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് കൂൾ ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊരു കപ്പ് അവിലെടുത്തുകാണ്ട് അതൊന്ന് നന്നായി കഴുകിങ്ങാണ്ട് ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ല വെള്ളത്തിൽ പുതിർത്താൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സിയിലൊന്നും അടിക്കണില്ല, ഒന്ന് നല്ലൊന്നാണ് പൊതിരട്ടെ. അതിഞ്ഞ അവിടെ ഇരിക്കട്ടെ. അതൊന്ന് നമുക്ക് ഇവിടെ മൂടി വെക്കാം. ഇനി നമുക്ക് അടുത്ത പണി നോക്കട്ടോ. ഇപ്പം നമ്മളെ വീട്ടിൽ ഏത് പഴങ്ങൾ ഏതെങ്കിലും പൗത്തുങ്ങാണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല ഇതാണിട്ടത്. അപ്പോൾ നമ്മളെടുത്ത് 2 റോബസ്റ്റും ഉണ്ട്, ഒരു നേന്ത്രപ്പയും ഉണ്ട്, നല്ല തോലിയൊക്കെ കറുത്തുക്കണേ. അപ്പോൾ ഒന്നും കൂടി കയ്യിലിട്ടുകാണ്ട് ഒന്നും കൂടി ഉടച്ചുകാണ്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജ്യൂസാക്കി അടിക്കണില്ല കേട്ടോ. അപ്പോൾ പാലും ഫ്രൂട്ട്സും കൂടി അടിക്കേണ്ടത് വലിയ സുഖമുള്ള കാര്യമില്ല എന്ന് കണ്ടതിന് ശേഷം നമ്മളങ്ങനെ ജ്യൂസ് നോമ്പിന് അങ്ങനെ അടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ തടിയൊക്കെ വളർന്ന് നിൽക്കുന്ന സമയത്ത് വേഗം തടിക്ക് ഏൽക്കും, അല്ലാത്ത സമയത്ത് അത്രയ്ക്ക് ഏൽക്കില്ല. അപ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ മക്കൾക്കും കാക്കൾക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ ജ്യൂസ് പാല് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാലൊഴിക്കാത്തതാട്ടത് ഒരേ അടിച്ചിൻ്റെതൊക്കെ ഓറഞ്ച് പിന്നെ മുന്തിരി അതൊക്കെയാണ് കേട്ടോ എടുക്കൽ. പിന്നെ സർബത്ത് അതൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പയൊക്കെ നല്ല പൊത്തുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു മരച്ചട്ട എടുത്തുകാണ്ട് നല്ലൊന്നാണ് കുത്തി ഉടക്കുകയാണ്. മന്ദങ്കോലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് നല്ലതായിട്ട് കുത്തി ഉടക്കുക. ഒടയാനൊന്നും ഇല്ല കേട്ടോ, നല്ല പൊത്തുകാണ്ട് തന്നെ പാകമായിക്കണം. അപ്പോൾ നമ്മൾ അവിലും നല്ലാണ്ട് പൊതിർന്നിക്കണേ. അപ്പോൾ അതും രണ്ടും കൂടി കൂട്ടിക്കാണ്ട് നമുക്കൊന്നുകൂടി ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു ചൂടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമ്മൾ അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിലൊക്കെ നല്ല ഉസാറായിട്ട് പൊതിർന്നിക്കണേ. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ആവശ്യമുള്ള വെള്ളം വേണമെന്ന് വെച്ചാൽ ആ വെള്ളവും പിന്നെ പാലാട്ടോ, നല്ല തണുത്ത പാലും ഇട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലിട്ടുകാണ്ട് ഒന്നും കൂടി നല്ലതായിട്ട് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാട്ടുള്ള വീഡിയോസ് നിങ്ങളടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ നല്ല മിൽമപ്പാൽ കാച്ചിങ്ങാണ്ട് തണുപ്പിച്ചതാട്ടാ, നല്ല കാച്ചി കുറുക്കിയ തണുപ്പിച്ച പാലാണിത്. ഒരു 1.5 ഗ്ലാസ് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ അത് നല്ലാണ്ട് അങ്ങനെ കുത്തി ഉടച്ച് നല്ലാണ്ട് സെറ്റാക്കണം കേട്ടോ. മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഉടഞ്ഞിക്കണേ. അപ്പോൾ ഇപ്പോൾ ചൂട് കഠിനമായി വരികയാണല്ലോ. ചൂടും നോമ്പും എല്ലാം കൂടി ഉള്ള സമയത്ത് ഇപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കൂട്ടിയും കൊണ്ട് നിൽക്കണം കേട്ടോ. അല്ല ഞാൻ മൂത്രക്കടച്ചിൽ അങ്ങനത്തെ പല രോഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വെള്ളമൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക. പിന്നെ തണുപ്പൊക്കെ കുറച്ച് കണ്ടാണ് നല്ലത്, അല്ലെങ്കിൽ തൊണ്ടവേദന എല്ലാം ഉണ്ടാവും. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, നമ്മൾ പറയണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കുത്തി ഉടച്ച് പിന്നെ നമ്മളടുത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളടുത്ത് ഒരു ആപ്പിളിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതൊന്ന് നുറുക്കിങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഉറുമാമ്പയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടിനി അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വയറും നിറയും മനസ്സും നിറയും. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുക. നമ്മളത് ഇട്ടിട്ടില്ല. നമുക്ക് പിന്നെ തരിക്കഞ്ഞ് കാച്ചുന്നതുകൊണ്ട് അതിന് തന്നെ വേണം കേട്ടോ അണ്ടിപ്പരിപ്പ്. പിന്നെ അതൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളടുത്ത് നോമ്പിന് മുമ്പായിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടായി കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇളകാനായിട്ട് പണിയില്ല. അപ്പോൾ നമ്മളെ ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ വാനില എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഗ്ലാസ് കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ അത് അപ്പുറത്ത് കൂടി ഇതിൽ കൊയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ ഒഴിക്കണേ. അപ്പോൾ അതും കൂടി ഉണ്ടാകുമ്പോൾ ഒന്ന് നന്നായി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പഴമൊക്കെ പഴുത്ത് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി.
അപ്പോൾ നമ്മളെ ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആക്കണേ. ഇനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തണുത്തതാണ്, പാലും തണുത്തതാണ്. അപ്പം ഇനി നോമ്പറക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒഴിച്ച് ഒക്കെ റെഡിയാക്കുകയാണ്. പിന്നെ തണുത്തത് അധികം തണുപ്പ് ആർക്കും ഏറ്റവും ഇഷ്ടമല്ല. അപ്പോൾ അവിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കഴിച്ചു കൊണ്ട് അവിലൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കേണ്ടതൊക്കെ നല്ലതാട്ടോ, ശരീരം ഒന്ന് തണുക്കാനൊക്കെ. അപ്പം നമ്മളൊരു ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല നമ്മളെ കൂട്ടുകാരത്തി പറഞ്ഞിനി ഒരു തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ഇടണമെന്ന്. അപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പൊന്നും കിട്ടാതെ അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഇനി. അപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളെ നാടൻ തരിക്കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇത് പിറകായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ അതൊരു 6 മിനിറ്റുള്ളൂ. അപ്പോൾ 8 മിനിറ്റിൽ കുറയാതെ നമ്മൾ വീഡിയോ ഇടണം. അപ്പോൾ വിചാരിച്ചാണ് പിന്നെ അതും കൂടി ഇതിക്കാണ് കൂട്ടിയതാട്ടോ. അപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചുകൊണ്ട് കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു അരക്കയിൽ സേമിയും അത്ര പോരെ സാവുനരി ആട്ടത്. അപ്പോൾ റവ വറുത്തതല്ലെങ്കിൽ അത് ഉദിക്ക് കൂട്ടിക്കാണ്ട് വറുത്ത് കൊടുക്കാം. നമ്മളത് റവ വറുത്ത് വെച്ചതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു സ്പൂണ് ഏലക്കാൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. എന്നിട്ട് ഇങ്ങോട്ട് കത്തിക്കണുള്ളൂ. അതിൽ കത്തിച്ച് കണ്ട് ഇടുമ്പോൾ അടി കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ ഈ സാവുനരി ഇങ്ങനെ വറുത്ത് കാണും ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുമ്പളകളായി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനും നല്ല രസമാണ്, കഴിക്കാനും കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റവ വറുത്തല്ലെങ്കിൽ അത് ഉതി കൂട്ടിക്കാണ്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൂട്ടാ. അല്ലെങ്കിൽ പിന്നെ സമയമില്ലാത്ത നേരമാണെങ്കിൽ പിന്നെ അച്ചിയിലേക്ക് റവ കാച്ചിങ്ങാണ്ട് കുടിക്കുകയും ചെയ്യും. ചില സമയത്ത് തീരെ നേരം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ഒരു അരമുറി തേങ്ങൻ്റെ 2-ാം പാലാട്ടത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലാട്ട തരിക്കഞ്ഞിക്ക് ഏറ്റവും നല്ലത് ടേസ്റ്റ് കിട്ടൽ തേങ്ങാപ്പാലാണ്. അപ്പം അങ്ങനെ ഒന്ന് 2 മിനിറ്റ് വെന്തോട്ടെ. അപ്പോൾ നമ്മളൊരു കയ്യിൽ റവ ഇതിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടില്ല. അത് കയ്യിൽ ഇത് ഓണാക്കാൻ മറന്നതാട്ടോ. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വെന്തതിന് ശേഷം നമ്മൾ 1-ാം പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് 1-ാം പാലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റവ ഇട്ടിക്കണ്. റവ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ അടുത്ത് പറ്റിയതാട്ടോ. അപ്പം ഇനി നമുക്കൊന്ന് വറവിടാം. വെളിച്ചെണ്ണയില നമ്മൾ വെളിച്ചെണ്ണയിലിട്ട വറവിടൽ ദിവസം അത് പോകണ്ടേ. അപ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല മൂത്തിന് ശേഷം ഒരു വല്യുള്ളിൻ്റെ പകുതി കുറച്ച് വലുപ്പത്തിൽ കഷ്ണാക്കിക്കാണ്ട് അത് ഇട്ട് കൊടുക്കിട്ട് അത് നല്ലൊരു ടേസ്റ്റാണ് നീക്ക്. പിന്നെ മുന്തിരി ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് വറവിടുകയാണ്. ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ തരിക്കഞ്ഞി ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ തരിക്കഞ്ഞിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടി നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ നോമ്പറക്കാനായി തുടങ്ങിയിരിക്കണേ. നമ്മൾ തരിക്കഞ്ഞിയൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഒഴിക്കുകയാണ്. നല്ല ടേസ്റ്റിയായ തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞിയൊക്കെ എപ്പോഴും നല്ലതാട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണം. തേങ്ങാപ്പാലൊന്നും ഒഴിക്കാഞ്ഞാൽ തരിക്കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.